വിറ്റാമിൻ ബി 12 എന്നത് ശരീരത്തിന് അത്യന്താപേക്ഷിതമായ ഒരു വിറ്റാമിനാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിന് നൽകുന്നത് പേശികൾക്ക് ആരോഗ്യവും തലച്ചോറിന് കൃത്യമായ പ്രവർത്തനവുമാണ്. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ബി 12 വഹിക്കുന്ന പങ്ക് നിസ്സാരമല്ല. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനും വിറ്റാമിൻ ബി 12 മികച്ച പങ്ക് വഹിക്കുന്നു. ഇതുകൂടാതെ DNA നിയന്ത്രണത്തിനും ജലത്തിൽ ലയിക്കുന്ന ഈ വിറ്റാമിൻ അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിറ്റാമിന്റെ കുറവ് പലപ്പോഴും ശരീരത്തിൽ അപകടകരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വിറ്റാമിൻ ബി 12 അഭാവം ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനം കുറയുന്നതിനിടയാക്കുകയും അനീമിയ പോലുള്ള അനാരോഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ എന്തുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിന് വിറ്റാമിൻ ബി 12 ആവശ്യമാണ്? എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, ഏതൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കരുത് എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. നിങ്ങളുടെ ശരീരത്തിൽ വിറ്റാമിൻ ബി 12 അളവ് കുറവെങ്കിൽ ശരീരം ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഇത് ഗുരുതരമായി മാറുന്നതിന് മുമ്പ് കൃത്യമായി പരിഹാരം കാണേണ്ടതാണ്. ബലഹീനത, ക്ഷീണം അല്ലെങ്കിൽ തലകറക്കം, ഹൃദയമിടിപ്പ്, ശ്വാസതടസ്സം, മലബന്ധം, വയറിളക്കം, വിശപ്പില്ലായ്മ, ഗ്യാസ്, പേശികളിലെ ബലഹീനത അല്ലെങ്കിൽ നടത്തത്തിലെ പ്രശ്നങ്ങൾ, വിഷാദം, പെരുമാറ്റ വ്യതിയാനം പോലുള്ള മാനസിക പ്രശ്നങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാവാറുണ്ട്. ഇത്തരം കാര്യങ്ങൾ അല്പം ഗൗരവത്തോടെ എടുക്കേണ്ടതുണ്ട്. ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് വിറ്റാമിൻ ബി 12 കുറവുള്ളവർ കഴിക്കേണ്ടത്? പ്രധാനമായും മാംസ ഉൽപ്പന്നങ്ങളിലാണ് വിറ്റാമിൻ ബി 12 കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സസ്യാഹാരങ്ങളിൽ ഇതിന്റെ അളവ് വളരെ കുറവായിരിക്കും എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് സസ്യാഹാരം കഴിക്കുന്നവരിൽ വിറ്റാമിൻ ബി 12 അളവ് വളരെ കുറവെന്ന് പറയുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണമെന്ന് നമുക്ക് നോക്കാം. മാംസം, സമുദ്ര വിഭവങ്ങൾ, പാലുൽപ്പന്നങ്ങൾ, തൈര്, ചീസ്, ടോഫു, തേങ്ങ, ധാന്യങ്ങൾ, സോയ, മുട്ട എന്നിവ ധാരാളം കഴിക്കുന്നതിന് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഒരു പരിധിവരെ ഇവയെല്ലാം വിറ്റാമിൻ ബി 12 നൽകുന്നുണ്ട്. അതുകൂടാതെ വാഴപ്പഴം, ആപ്പിൾ, വിറ്റാമിൻ സി അടങ്ങിയ പഴങ്ങൾ, പരിപ്പ് എന്നിവയിലും ചെറിയ അളവിൽ വിറ്റാമിൻ ബി 12 അടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം കഴിക്കുന്നതിലൂടെ വിറ്റാമിൻ ബി 12 അപര്യാപ്തത ഒരു പരിധിവരെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും. അതുപോലെ ചീര എത്രത്തോളം ആരോഗ്യകരമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എന്തുകൊണ്ടും മികച്ചതാണ്. അതുകൂടാതെ ബീട്രൂട്ട് നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. നോൺ വെജിറ്റേറിയൻ ഇഷ്ടമില്ലാത്തവർക്ക് നിർബന്ധമായി ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ചെറുപയർ. ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി വളരെയധികം സഹായിക്കുന്നുണ്ട്. എന്നാൽ വിറ്റാമിൻ ബി 12 കുറവുണ്ടെങ്കിൽ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശീലങ്ങളിൽ നിന്നും ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങളുണ്ട്. അവയിൽ വരുന്നതാണ് കഫീൻ കൂടുതലടങ്ങിയ പാനീയം, സംസ്കരിച്ച ഭക്ഷണങ്ങൾ, മദ്യം എന്നിവ. എന്നാൽ എന്തൊക്കെ കഴിച്ചിട്ട് നിങ്ങളിൽ നിന്ന് ഈ പ്രശ്നം വിട്ടുമാറിയില്ലെങ്കിൽ ഒരു ഡോക്ടറെ കാണുകയും വിറ്റാമിൻ ബി 12 സപ്ലിമെന്റുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുകൊണ്ട് തന്നെ പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ വിറ്റാമിൻ ബി 12 ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.